നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. ഇതാ ടൈം ആൻഡ് വർക്കുമായി ബന്ധപ്പെട്ട ഒരു വ്യത്യസ്തമായ ചോദ്യം. സനൽ ഒരു ജോലി 12 ദിവസം കൊണ്ടും ബിനു 4 ദിവസം കൊണ്ടും രഘു 6 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ 3 പേർക്കും കൂടി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഇതുപോലെയുള്ള ചോദ്യം അല്ല നമ്മൾ പഠിച്ചത് അല്ലേ? ഇപ്രാവശ്യം ഓരോരുത്തരും ജോലി ചെയ്യുന്ന ദിവസം തന്നിട്ടുണ്ട്. എന്നിട്ട് 3 പേർക്കും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നോക്കാം. അത് നോക്കിക്കേ. എ ഗുണം ബി ഗുണം സി ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. ഇത് പഠിച്ചിരുന്നാൽ ഇതുപോലെയുള്ള പ്രോബ്ലം നമുക്ക് ഈസി ആക്കാം. എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ ചെയ്ത ജോലി, സനൽ ഒരു ജോലി 12 ദിവസം, അത് ഓർത്താൽ മതി, 12. ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആൾ ചെയ്തത് എത്രയാണ്? ബിനു 4 ദിവസം കൊണ്ട്, ബി സമം 4. ഇനിയോ രഘു 6 ദിവസം കൊണ്ട്, അതാണ് സി. സി ഈസ് ഈക്വൽ ടു 6. അത്രയും കിട്ടി നമുക്ക്. എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. കണ്ടോ, എ ബി ബി സി എ സി അല്ലേ താഴെയുള്ളൂ, അപ്പൊ അത് കിട്ടി. ഇനി നമുക്ക് നോക്കാം. ഈ അനുസരിച്ച് എ എഴുതാം. എ എത്രയാണ്? 12 ഇൻറ്റു ബി എത്രയാണ്? 4. 4 ഇൻറ്റു സി എത്രയാണ്? 6. മുകളിലത്തെ എഴുതി ഡിവൈഡഡ് ബൈ എ ബി. എ ഇൻറ്റു ബി. എ 12 ഇൻറ്റു ബി എത്രയാണ്? 4. 4 പിന്നെ പ്ലസ് ആയിട്ടുണ്ട്, പ്ലസ് ബി സി. ബി എത്രയാണ്? 4. 4 ഇൻറ്റു സി എത്രയാണ്? 6. പിന്നെയും പ്ലസ് ഇടുന്നു, പ്ലസ് എ ഇൻറ്റു സി. എ എത്രയാണ്? 6 ഇൻറ്റു സി എത്രയാണ്? എ ഇൻറ്റു സി അല്ലേ? എ എത്രയാണ്? 12. 12 ഇൻറ്റു സി എത്രയാണ്? 6 അല്ലേ? ഇങ്ങനെ വേണം ഇത്. അപ്പം എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു സി. ബി എത്രയാണ്? 4. 4 ഇൻറ്റു സി എത്രയാണ്? 6 പ്ലസ് എ ഇൻറ്റു സി. എ എത്രയാണ്? 12. സി എത്രയാണ്? 6. അത് തെറ്റിപ്പോകരുത്, ഇങ്ങനെ എഴുതുന്നു. ഇനി നമുക്ക് ഇത് ഗുണിച്ച് എഴുതാം. 12 ഇൻറ്റു 4, 12 ഇൻറ്റു 4, 48 ഇൻറ്റു 6, 48. 12 ഇൻറ്റു 4 48 ആണ്. അതിൻ്റെ 6 കൊണ്ട് ഗുണിക്കുക. 6 8 48, 4 6 4 24, 28, 288. ഇനി അത് താഴെ 12 ഇൻറ്റു 4 എത്രയാണ്? 48. ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടില്ല. 288 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 4 48 പ്ലസ് 4 ഇൻറ്റു 6 24 പ്ലസ് 12 ഇൻറ്റു 6 72. ഇത്രയും കിട്ടി അല്ലേ? ഇനി ഇതെല്ലാം കൂടെ കൂട്ടണം. ഇത് അതിന് മുമ്പേ വെട്ടിക്കിറങ്ങിയല്ലേ? 48 പ്ലസ് 24 പ്ലസ് 72. 8 4 12 14, 8 10 14, 144 കിട്ടി അല്ലേ? അപ്പോൾ അടി എത്ര കിട്ടി? മുകളിൽ 288 ബൈ 144 എന്ന് കിട്ടി. ഇനി ഇത് വെട്ടിക്കളയുമ്പോൾ എങ്ങനെയാണ്? 144 2 പ്രാവശ്യമല്ലേ 288 അപ്പോൾ ഇവിടെ 2 കിട്ടി. ആൻസർ എത്രയാണ്? 2. അപ്പോൾ ഇത് നോക്കിയേ, എന്താ നമുക്ക് കിട്ടിയ ഉത്തരം? 3 പേർക്കും കൂടി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം മതി? 2 ദിവസം മതി. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ എന്ത് ഓർത്തിരുന്നാൽ മതി? എ ബി സി ഡിവൈഡഡ് ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം എ ബി സി, എയും ബിയും സിയും കൂടെ ഇൻറ്റു ചെയ്യുക. അത് കഴിഞ്ഞ് എയും ബിയും കൂടെ ഇൻറ്റു ചെയ്യുക, പ്ലസ് ചെയ്യുക. ബിയും സിയും കൂടെ ഇൻറ്റു ചെയ്യുക, പ്ലസ് ചെയ്യുക. എയും സിയും കൂടെ ഇൻറ്റു ചെയ്യുക. അതിന് മുമ്പ് ഇങ്ങനെ പ്ലസ് ഉള്ളപ്പോൾ ഈ പ്ലസും ഈ 4 അങ്ങനെയൊന്നും വെട്ടിക്കളയരുത്. ഇൻറ്റു ചെയ്തിട്ട് മാത്രം പ്ലസ് ചെയ്ത് ആൻസർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി.